ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കൂവ വെച്ചിട്ടൊരു പുഴുക്കുണ്ടാക്കി നോക്കിയാലോ. നല്ല ഔഷധ ഗുണമുള്ളൊരു കിഴങ്ങാണ് ഈ കൂവ. നമ്മുടെ വയറിലുള്ള അസുഖങ്ങൾക്കൊക്കെ പറ്റിയ നല്ലൊരു ഔഷധമാണ് കൂവ. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും ചേർന്ന ഒരു ഭക്ഷണമാണിത്. കൂവ ഉണക്കി പൊടിച്ചത് കഴിക്കുന്നത് നമ്മുടെ വയറ് സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. നന്നായിട്ട് ഇതിൽ മണ്ണുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് മാറ്റി കൊടുക്കാം. വളരെ നേരിയ തൊലിയാണ് ഇതിന്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കിഴങ്ങ് കൂടി വെച്ചിട്ട് പുഴുക്കുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, കൂടുതൽ കൊഴുപ്പുണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ കൂവ മാത്രമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ കിഴങ്ങ് കൂടി വച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കിഴങ്ങ് സെപ്പറേറ്റ് വേവിച്ചിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം കൂവയുടെ കൂടെ ഇടാനായിട്ട്. കൂവയുടെ തൊലിയൊക്കെ മാറ്റി നന്നായിട്ട് 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എപ്പോഴും റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലും ഇത് കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ കാണാൻ നല്ല രസമാണ്. പിന്നെ നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്താൽ കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഇതിനധികം വേവൊന്നുമില്ല, എന്നാലും കുറച്ച് നേരിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് എല്ലാ കൂവയും കട്ട് ചെയ്തെടുക്കാം. കൂവയെല്ലാം നല്ല നേരിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഇത് സെപ്പറേറ്റ് പാത്രത്തിൽ വേവിച്ചെടുത്താലും മതി, പക്ഷെ അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഞാനതുകൊണ്ട് കുക്കറിലാണ് വേവിക്കുന്നത്. ഇതിൽ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കയ്യിലുകൊണ്ടൊന്ന് ഇളക്കി നോക്കാം. ഇത് ആവശ്യത്തിന്, ഇത് മുങ്ങാൻ മാത്രമുള്ള വെള്ളം വേണം. ഒന്ന് കയ്യിലുകൊണ്ട് ഇത് ഇളക്കി നോക്കാം. ഞാൻ ഒഴിച്ച വെള്ളം കുറച്ച് കുറവായി പോയി, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് മുങ്ങാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകം, കുറച്ച് ഇഞ്ചിയുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്. ഇതൊക്കെ നിങ്ങൾക്ക് അളവിനനുസരിച്ച്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അളവെല്ലാം എടുക്കാം. ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. തീരെ വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കുക്കർ ഇപ്പോൾ 3 വിസിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലെ പ്രഷർ മുഴുവൻ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുക്കറിലെ പ്രഷറൊക്കെ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. കൂവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയ കുക്കർ വേവിച്ചത് കൊണ്ട് തന്നെ ഇനി തേങ്ങയും കൂടി ഇട്ടിട്ട് ഇളക്കാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിലേക്ക് കൂവ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങയും കൂവയൊക്കെ നന്നായിട്ട് മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിനുശേഷം ഒരു 5 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
കൂവയും കിഴങ്ങും ഒരുമിച്ച് കൂടി വെച്ചാലും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അപ്പോൾ കൂടുതൽ കൊഴുപ്പുണ്ടാവും. കൂവ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കൂവ ആദ്യം തന്നെ കുക്കറിൽ വേവിച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും കൂടി ചേർന്നിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂവപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുഴുക്കിലേക്ക് ചേർക്കാം. ഈ ടേസ്റ്റി ആയിട്ടുള്ള കൂവപ്പുഴുക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.